നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗമാണ്. ദ്വിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്തു. ത്രിഗ്രഹ യോഗങ്ങളിലും നാം പ്രവേശിച്ചു കഴിഞ്ഞു. അടുത്തതായി ചന്ദ്രനും ബുധനും ശനിയും ഒന്നിച്ചു വന്നാലുള്ള ത്രിഗ്രഹ യോഗ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചന്ദ്രൻ, ബുധൻ, ശനി ഇവരുണ്ടാക്കുന്ന യോഗം, ഈ യോഗത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അസ്വാതന്ത്ര്യോ വികലപ്രാജ്ഞോ വാഗ്മി സുപൂജിത ക്ഷിതിഭഃ ഭവതി നരസംയോഗേ സൗരേന്ദു ശശാങ്കപുത്രാണാം. സൗരൻ എന്ന് വെച്ചാൽ സൂര്യപുത്രൻ ശനി, ഇന്ദു ചന്ദ്രൻ, ശശാങ്കപുത്ര എന്ന് വെച്ചാൽ ചന്ദ്രപുത്രൻ, സൗമ്യൻ ബുധൻ എന്നർത്ഥം. ഇവിടെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും യോഗത്തിൽ ജനിച്ച വ്യക്തി ആരാകുന്നു എന്നാണ് പറയുന്നത്. അസ്വാതന്ത്ര്യോ, ഇദ്ദേഹത്തിന് സ്വതന്ത്രനല്ല എന്നർത്ഥം. ഇദ്ദേഹത്തിന് വളരെയധികം സ്വാതന്ത്ര്യം കുറഞ്ഞ വ്യക്തിയായിരിക്കും. അദ്ദേഹം ഡിപ്പെൻഡൻ്റ് ആകാം, അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് അല്ല എന്നർത്ഥം. വികലഹ, അദ്ദേഹത്തിന് ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകാം. പ്രാജ്ഞ, അയാൾ പണ്ഡിതനാണ്, അദ്ദേഹത്തിനുള്ള അറിവുണ്ടാകും, പാണ്ഡിത്യമുണ്ടാകും. ആ പാണ്ഡിത്യത്തിലൂടെ അദ്ദേഹം വാഗ്മി, നല്ല വാഗ്മിയായി മാറും. സുപൂജിത, വളരെയധികം പൂജനീയമായ പദവിയിലെത്തിപ്പെടും, മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിക്കുമെന്നർത്ഥം. ക്ഷിതിഭഃ, അദ്ദേഹം രാജാവായി മാറും, അപ്രകാരം തന്നെ രാജതുല്യനായി മാറും, വിശിഷ്ടനായ വ്യക്തിയായി മാറുകയും ചെയ്യുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. പ്രായണ നല്ലൊരു യോഗമാകുന്നു. പലപ്പോഴും തനിക്ക് സ്വാതന്ത്ര്യമുണ്ടാകില്ല, പല രീതിയിലുള്ള ബന്ധനങ്ങളിലും അദ്ദേഹം പെട്ടുപോകും. കാരണം പലപ്പോഴും വലിയ വലിയ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജതുല്യരായ ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. അദ്ദേഹം ഒരു ബന്ധിതനായിരിക്കാം. അങ്ങനെയുള്ള എത്രയോ പേരെ നമുക്ക് സമാജത്തിൽ കാണാം. അവർക്ക് പദവിയും പൊസിഷനും ഒക്കെ ഉണ്ടാകും. പക്ഷെ പലപ്പോഴും അവർക്ക് സംസാരിക്കുവാനോ തൻ്റെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുവാനോ ഒരു കൂട്ടിലടച്ച തത്തയെപ്പോലുള്ള അവസ്ഥയെ കാണാവുന്നതാണ്. നാം ചൊല്ലാറില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനത്തിലുള്ള ഒരവസ്ഥ ഈ ചന്ദ്രനും ബുധനും ശനിയും തമ്മിലുള്ള ത്രിഗ്രഹ യോഗത്തിൽ ആചാര്യൻ വിശദീകരിക്കുന്നു. നമസ്തേ.